കല്യാണക്കാര്യം പറഞ്ഞപ്പോ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. ഒരു ഡ്രസ്സ് വാങ്ങുന്നത് പോലെയോ ഒരു വാഹനം വാങ്ങുന്നത് പോലെയോ അല്ല കല്യാണം. അത് എല്ലാ കാലത്തേക്കും ഉള്ളതാ. മനസ്സിന് ഇഷ്ടപ്പെടുന്നതിനെ വേണം സ്വന്തമാക്കാൻ. മഹിയുടെ ഏട്ടൻ ആ കാര്യത്തില് ഭാഗ്യവാനാ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ സ്വന്തമാക്കാൻ പറ്റിയല്ലോ. ഞാനും ഭാഗ്യവതിയാ. ഇപ്പോഴും മഹിയുടെ ഏട്ടന്റെ സ്ഥാനത്തില് മറ്റാരെയും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതാ പറഞ്ഞത്, ഈ ജീവിതം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കിക്കാണുന്നത് പോലെ അല്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടപെടലുകളും നടത്താൻ കഴിയില്ല. ആ അവസ്ഥയില് മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവരല്ല ഒന്നിക്കുന്നെങ്കിൽ അവിടെ തുടങ്ങും പ്രശ്നങ്ങളെല്ലാം. ഏട്ടത്തി, എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. ഇത് കേൾക്കാൻ തന്നെയാ ഞാൻ വന്നത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. മഹി, ഈ കല്യാണത്തിന് നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. മഹി, മഹി, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഭാവി മന്ത്രിയുടെ മരുമകനാകാൻ പോകുന്നവനാ നീ. ഇനി സംസാരമൊക്കെ ആ രീതിയിൽ സ്റ്റാൻഡേർഡ് ഉള്ളവരോടും മതി. നിന്റെ ഏട്ടൻ അർജുന് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. അതെ മോനെ, അർജുന്റെ സമയദോഷത്തിന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനി അവൻ ആ പടുകുഴിന്ന് എണീറ്റ് വരാൻ കുറച്ചു പാടായിരിക്കും. അങ്ങനെ പറയരുതമ്മേ. അർജുനേട്ടനെ രക്ഷപ്പെടുത്തണം. അർജുന്റെ യമകണ്ഠ കാലത്തിന് ചില ആപത്തുകളിൽ പെട്ടുപോയത്. സാരമില്ല, സമയം മാറും, മാറാതിരിക്കില്ലല്ലോ. ഇനി മഹിയുടെ കല്യാണം കഴിയുമ്പോ മന്ത്രിമന്ദിരത്തിലൊക്കെ ഒരു സ്വാധീനം വരുമല്ലോ. അത് ഒരർത്ഥത്തില് നല്ലതാ. പലരുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ പറ്റും. അതെ അതെ. മഹി, കല്യാണത്തിന് മുന്നേ ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണം. കൂട്ടത്തില് പറ്റിപ്പിടിച്ച് കിടക്കുന്ന മാറാലയൊക്കെ നീക്കുകയും ചെയ്യണം. ക്ഷുദ്രജീവികളൊക്കെ വലിഞ്ഞു കയറി തുടങ്ങി. എല്ലാത്തിനെയും അടിച്ചിറക്കി പുറത്താക്കണം. അമ്മേ, എനിക്കിപ്പോ പെട്ടെന്നൊരു കല്യാണം വേണ്ട. കാരണം അതമ്മേ, തീരുമാനിച്ചത് ഞാനാ. ഇവിടെ ഞാൻ പറയുന്നതാണ് തീരുമാനം.